അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വറദ്വാനില്ലാ അമ്മാ ബഅദ്. SSFൻ്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ കുറഞ്ഞ സമയം ചില പ്രധാന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ കാലത്തെ തലമുറയെ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നു. കാരണം ഡിജിറ്റൽ ലിറ്ററസി വർദ്ധിച്ച കാലത്താണ് നമ്മളുള്ളത്. ഡിജിറ്റലായ വിദ്യാഭ്യാസം കൂടിയതുകൊണ്ട് തന്നെ പഴയ തലമുറക്കാരെല്ലാം പഴഞ്ചന്മാരാണെന്നും നമുക്കാണ് വിദ്യാഭ്യാസം കൂടുതലെന്നും എന്ന് വിചാരിക്കുന്ന പുതിയ കാലത്ത് ആ കാലത്തെ ക്യാമ്പസിലെ ധാർമ്മിക മുന്നേറ്റം എങ്ങനെയാവണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സെഷൻ നിങ്ങളോട് സംവദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം കല്ലിമിന്നാസ അലാ ഖദരി ഉഖൂലിഹിം, ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്രബോധനം നടത്തേണ്ടത്. പുതിയ കാലത്തെ ക്യാമ്പസ് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദഅവത്ത് അവിടെ ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ പഴയ സിസ്റ്റം ഉപയോഗിച്ചു എന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ധാർമ്മികത അഥവാ മൊറാലിറ്റി അതെങ്ങനെ ആവണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ ക്യാമ്പസ് അസംബ്ലിയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. ആബ്സല്യൂട്ട്ലി മൊറാലിറ്റി ഉണ്ടാവും, റിലേറ്റീവായ മൊറാലിറ്റി ഉണ്ടാവും. റിലേറ്റീവ് മൊറാലിറ്റി പറയണത് വ്യക്തിപരമായി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, എനിക്കതിൽ സുഖം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് വിചാരിക്കുന്നതാണ് പുതിയ കാലം. എനിക്കതിൽ സുഖം കിട്ടുന്നുണ്ട്, അതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാനല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് തെറ്റാണ് എന്ന് പറഞ്ഞാലും ഞാൻ അത് അനുഭവിക്കും, എനിക്കത് ശരിയാണെന്നാണ് തോന്നുന്നത് എന്നാണ് റിലേറ്റീവ് മൊറാലിറ്റി. അവനവൻ്റെ സുഖം കണ്ടെത്തുന്ന സെൽഫിഷ് കാലത്തെ മൊറാലിറ്റിയാണത്. അതുകൊണ്ടാണ് മൃഗഭോഗവും ശവഭോഗവും ലെസ്ബേനിയൻസും ഗേസും മൾട്ടി സെക്സുമെല്ലാം പുതിയ കാലത്ത് അനുവദിക്കാൻ മുറവിളി കൂട്ടുന്നത്. എനിക്കതിൽ ബെനിഫിറ്റ് ഉണ്ട്, എനിക്കതിൽ നേട്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ സുഖിക്കും, നിങ്ങളാരത് ചോദിക്കാൻ എന്നുള്ളതാണ് പുതിയ കാലം. ഇസ്ലാം സിദ്ധാന്തിക്കുന്നത് സ്പിരിച്വൽ ബേസ്ഡ് ആയിട്ടുള്ള ആബ്സല്യൂട്ട്ലി മൊറാലിറ്റിയാണ്. അതെന്താണ് അതിൻ്റെ സിദ്ധാന്തം? യുഅ്മിനൂന ബിൽ ഗൈബ്. മൊറാലിറ്റി തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അള്ളാഹുവാണ്. നമ്മൾ ധാർമ്മികമാണ് എന്ന് തോന്നുന്ന കാര്യം പോലും ചിലപ്പോൾ അത് തെറ്റാവും ഇസ്ലാമിൽ. ഒരുപക്ഷെ ബുദ്ധിക്ക് തോന്നും, ഹോ അതെന്തൊരു കഷ്ടപ്പാടാണ്, പക്ഷെ അത് ധാർമ്മികതയായിരിക്കും. ഉദാഹരണത്തിന്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണല്ലോ മത്സ്യം. അതിനെ കരയിലേക്ക് പിടിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് ഒരു നിലക്കും യോജിക്കാൻ പറ്റൂല, അതൊരു ബുദ്ധിമുട്ടാക്കലല്ലേ. പക്ഷെ മത്സ്യത്തിൻ്റെ കറി വെക്കുന്നില്ലേ, അത് ഇസ്ലാം അനുവദിച്ചല്ലേ. ഒരു കോഴിയിട്ട മുട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും സഹിക്കാൻ പറ്റുന്നതല്ല. കോഴിമുട്ട എടുത്താലല്ലേ മുട്ടക്കറി വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബുദ്ധി പറയുന്നതല്ല ശരിയും തെറ്റും. യുഅ്മിനൂന ബിൽ ഗൈബ്, മതം പറയണം. എനിക്ക് സുഖമായി തോന്നുന്നത് അത് ധാർമ്മികമാണെന്നും
എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് അത് അധാർമികമാണോ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അതാണ് ഇസ്ലാം പറയുന്ന സിദ്ധാന്തം. യുഅ്മിനൂന ബിൽ ഗൈബ്. അതാണ് നമ്മൾ ആമുഖത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ക്യാമ്പസിലേക്ക് വരാം. ക്യാമ്പസ് പുതിയ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നിയന്ത്രണം ഇഷ്ടമല്ല എന്നുള്ളതാണ്. എന്നെ ആരും കൺട്രോൾ ചെയ്യേണ്ടതില്ല. നമ്മളെ സുഹൃത്തുക്കളൊക്കെ എത്ര നേരം വൈകിയാലും അവരുടെ ഉമ്മമാർ ചോദിക്കുന്നില്ലല്ലോ, ഇവിടെ മാത്രം എന്തോ ഒരു ഇരുമ്പൊലക്ക നിയമം എന്നാണ് പുതിയ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ കാര്യം ഞാൻ നോക്കും, ദയവ് ചെയ്തിട്ട് ഉമ്മ നോക്കേണ്ടതില്ല എന്നുള്ളിടത്തോളം. പുതിയ കാലത്ത് എല്ലാം വലിച്ചെറിഞ്ഞ് സുഖിക്കുക, ആസ്വദിക്കുക, എന്നിട്ട് മൃഗത്തിലേക്ക് അധപ്പതിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക, ലൈഫ് ഫോർ എൻജോയ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് ഈ ജീവിതം എന്നുള്ളതാണ് പുതിയ കാലം. ഇന്നലെയെക്കുറിച്ച് ആലോചിക്കേണ്ട, നാളെയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ഇന്ന് ടുഡേ ഈസ് യുവർ ഡേ. ഇന്നാണ് എൻ്റെ ദിവസം, ഇന്ന് അടിച്ചു പൊളിക്കുക, ബാക്കി പിന്നെ കാണാം. നരകം പിന്നെയല്ലേ, അത് മരിച്ചതിന് ശേഷമല്ലേ. ഉസ്താദ് ഈ കാലം അടിച്ചു പൊളിക്കട്ടെ. ഇത് ഡിഗ്രി ഫൈനൽ ഇയറാ, ഫെസ്റ്റിവലാ, ആർട്സ് ഫെസ്റ്റാ, ഹോളി ആഘോഷാണ്, സെൻഡ് ഓഫ് ആണ്. ഇതാണ് പുതിയ കാലം. ആർക്കും ഇഷ്ടമല്ലാത്തതാണ് മനുഷ്യന് പൊതുവെ നിയന്ത്രണം. ഡയബറ്റിക് ആയ ഒരാളോട് ഡോക്ടർ പറഞ്ഞു പഞ്ചസാര കഴിച്ചോളി, ആ ഡോക്ടറോട് വലിയ ഇഷ്ടമായിരിക്കും. കാരണം നിയന്ത്രണം ഒഴിവാക്കി തരുന്ന ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? അതുകൊണ്ടാണ് ലിബറലിസത്തോട് കൂടുതൽ ആൾക്കാർ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിസ്കരിക്കണ്ട എന്ന് പറയുന്നവരോടായിരിക്കും മനുഷ്യന് ഇഷ്ടം കൂടുതലുണ്ടാവുക. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നിയന്ത്രണം വേണ്ടേ? വേണം. നിയന്ത്രണം വേണ്ടേ? വേണം. അത് ഏത് മനുഷ്യനും അംഗീകരിക്കുന്നില്ലേ? മതമുള്ളവനും ഇല്ലാത്തവനും നിയന്ത്രണം വേണം എന്ന് പറയുന്നില്ലേ? ഉണ്ട്. ഉറക്കം സുഖമാണ്. ഉറക്കത്തെ കെടുത്തുന്ന ഒന്നും ആർക്കും ഇഷ്ടമല്ല. എന്നിട്ടും പോളും രാജനും രാജീവും ജോസഫും ഷെഫീഖും റഫീഖുമെല്ലാം അലാറം വെക്കുന്നു. എന്തിന്? ഉറക്കമെന്ന സുഖത്തെ കെടുത്തിക്കളയുന്ന നിയന്ത്രണം ഇല്ലെങ്കിൽ എൻ്റെ എക്സാമിന് ഞാൻ പോകാതെ ഉറങ്ങിപ്പോവും. അപ്പം നിയന്ത്രണം വേണ്ടേ? വേണം. 4-5 കട്ടറുള്ള ഒരു സ്ഥലത്ത് ബ്രേക്ക് ചവിട്ടിയിട്ട് പോകണം. ബ്രേക്ക് എന്നുള്ളത് സ്മൂത്തായിട്ട് പോകുന്ന വാഹനയാത്രക്ക് നിയന്ത്രണമാണെന്ന് നമുക്കറിയില്ലേ? അറിയാം. പിന്നെന്താ ബ്രേക്ക് ചവിട്ടിയിട്ട് കുലുങ്ങി പോണത്? അതില്ലെങ്കിൽ പണി കിട്ടും. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പം കൺട്രോൾ വേണ്ടേ? നമുക്ക് വേണം. അത് ലോകം അംഗീകരിച്ചൊരു തിയറിയല്ലേ? അതെ. അപ്പം നിയന്ത്രണം വേണ്ട എന്ന് പറയുന്നത് ലിബറലിസ്റ്റുകാരാണ്. അത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഈ ഒരു പുതിയ കാലത്തെ മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ വായിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത്? ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്, ഒന്ന്, തെറ്റുകുറ്റങ്ങൾ ഏറെക്കുറെ മനുഷ്യന്മാർ ചെയ്യുന്നത് ഫ്രീ ടൈം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അധികാളും തെറ്റ് ചെയ്യുക രാത്രിയായിരിക്കും. എന്തുകൊണ്ട്? രാത്രിയാണ് ഫ്രീ ടൈം. ലാസ്റ്റ് സീൻ ടുഡേ 1:35. ഫ്രീ സമയമുള്ളത് കൊണ്ടായിരിക്കും തെറ്റ് ചെയ്യുക. ബികോമിന് അധികാളും തോറ്റുപോകുന്നത് എക്കണോമിക്സിനോ അക്കൗണ്ടൻസിക്കോ ആയിരിക്കും. അതേപോലെ മനുഷ്യന്മാർ പലരും തോറ്റുപോണത് ഫ്രീ ടൈം ഉള്ളതുകൊണ്ടായിരിക്കും. അസ്ഹത്തു വൽ ഫറാഗ്. ഫ്രീ ടൈം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് തെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത്. തിരക്ക് പിടിച്ചിട്ട് ഒരാൾ ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ മൊബൈലിൽ വല്ല തെറ്റും ചെയ്യോ? ഇല്ല. ജുമാ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരാൾ അതിൻ്റെ ഇടയിൽ വല്ല ഹറാമും കാണാൻ നോക്കുമോ? ഇല്ല. എന്തുകൊണ്ട്?
ഫ്രീ ടൈമാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമുക്ക് ഫ്രീ ടൈം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിൽ എൻഗേജ്ഡ് ആവണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക. ഇതാണ് SSF പ്രവർത്തകരെ നിരന്തരം പ്രവർത്തനങ്ങൾ നൽകി എൻഗേജ്ഡ് ആക്കണത്. ഈ സൗന്ദര്യം മനസ്സിലാവാത്തതുകൊണ്ടാണ് ചില കുട്ടികളെങ്കിലും പറയണത് പദ്ധതി അധികമാണ്. യഥാർത്ഥത്തിൽ നിരന്തരം പദ്ധതികൾ നൽകുന്ന എന്തിനാ? ഫ്രീ ടൈം ഇല്ലാതെ നിരന്തരം നല്ല കാര്യത്തിൽ എൻഗേജ്ഡ് ആവാനാണ്. അതാണ് തെറ്റില്ലാത്തൊരു ജീവിതത്തിന്, ധാർമ്മികമായ ഒരു ജീവിതത്തിന് നാം സ്വീകരിക്കേണ്ട വഴി. രണ്ടാമത്തത്, നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ആനന്ദം കണ്ടെത്തണം. ഒരു കടമ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടല്ല ഒന്നും ചെയ്യേണ്ടത്. ബാങ്ക് കൊടുത്തല്ലേ, അതെ നിസ്കരിക്കണ്ടേ, അതെ നിസ്കരിക്കണം, നിസ്കരിച്ചാലോ, എന്തേ അതൊന്ന് തീർന്നു കിട്ടുമല്ല, ഇങ്ങനെ വിചാരിച്ചിട്ടല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. നമ്മൾ എന്തിനാ ഇബാദത്ത് ചെയ്യണത്? നമുക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. ബാങ്ക് കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറയാറെന്നറിയോ? യാ ബിലാൽ അരിഹ്ന യാ ബിലാൽ, ബിലാലെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കുമോനെ. അന്നേരം ബിലാൽ അങ്ങക്ക് മനസ്സിലാവും ബാങ്ക് കൊടുക്കൂന്നാണ് പറയുന്നത്. ചെയ്യുന്ന ഇബാദത്ത് മച്ച് ഹാപ്പിയോടെ, വിത്ത് സാറ്റിസ്ഫാക്ഷനോടെ, വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഒരു കടമ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നോമ്പെടുക്കണമല്ലേ, റമദാൻ ആവാനായി എന്ന് വിചാരിച്ചിട്ടല്ല ഇബാദത്ത് എടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ തോന്നുന്നില്ല, അതിനെന്താ പരിഹാരം? ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വഅ്ബുദുല്ലാഹ ബിഖദ്രി ഹാജതികും ഇലൈഹി, നിനക്ക് അള്ളാഹുവിനെ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇബാദത്ത് എടുക്കണം എന്ന്. അപ്പോൾ ഒരാൾ പറയാണ്, എനിക്കങ്ങനെ അള്ളാഹിനെ ഫുൾ ടൈം ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് അങ്ങനെ കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെ സുന്നത്തൊന്നും നിസ്കരിക്കണ്ട. നമുക്കങ്ങനെ ഉണ്ടാവുമോ? അള്ളാഹുവിന് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു സെക്കൻഡ് ഉണ്ടാവുമോ? നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് പുഴകളല്ലേ, രക്തപ്പുഴകളല്ലേ, ചെറിയ ചെറിയ ഞരമ്പുകളിലൂടെ, സിരകളിലൂടെ ഒഴുകുന്നത് ആയിരക്കണക്കിന് പുഴകൾ. ആ പാത ചൂടെടുത്ത് പരിശോധിച്ചാൽ തല മുതൽ കാല് വരെ ആയിരക്കണക്കിന് പുഴകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, രക്തധമനികൾ. ഇതിലേതെങ്കിലും ഒരു സിര, ഒരു ഞരമ്പ് ഡാമേജ് ആയാൽ, എന്തെങ്കിലും ഇത് സംഭവിച്ചാൽ, ബ്ലോക്ക്, സ്ട്രോക്ക്, വല്ല പ്രശ്നവും വന്നാൽ ഡയാലിസിസ് അല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കാതെ ഉമ്മൻ്റെ ഗർഭാശയം മുതൽ ഈ കാലം വരെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനെ നിനക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നീ ഇബാദത്ത് എടുക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാതെ പോകാൻ തോന്നൂല, നിസ്കാരത്തിൽ ആനന്ദം ഉണ്ടാവും. അപ്പൊ ഈ ഇബാദത്തിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. മൂന്നാമത്തേത് എന്താ ചെയ്യേണ്ടത്? സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവണം. വിശേഷിച്ച് ക്യാമ്പസിൽ ഒരുപാട് പാവങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്ത്. അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പൊ സർവീസ് നമ്മുടെ ഒരു ലഹരിയാവുന്നു. സർവീസ്, സേവന പ്രവർത്തനം തന്നെ നമ്മളെ ഒരു ലഹരി. ഗൂഗിൾ പേ, ഗൂഗിൾ ചാലഞ്ച്. എന്തിന്? എൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റായ ഒരു പാവത്തിൻ്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി. ഗൾഫിലുള്ള വാപ്പ ഫോൺ വിളിച്ചപ്പോൾ പറയാണ്, എൻ്റെ കൂടെ പാവം ഒരു അബ്ദുള്ള, ഒരു ഫാത്തിമ പഠിക്കുന്നുണ്ട്, വളരെ സാധുവാണ്, നല്ലൊരു ഡ്രസ്സില്ല, ഫീസ് അടക്കാൻ വകയില്ല, ആ പാവത്തിന് ഏതെങ്കിലും തരത്തിൽ കരകയറ്റണം വാപ്പ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ജീവിതം സാർത്ഥകമാവുകയാണ്, വെളിച്ചാവുകയാണ്. ഈ കുട്ടി ഒരുപാട് ആൾക്ക് തണലാവുകയാണ്. ഇതിലാണ് നമ്മൾ ലഹരി കണ്ടെത്തേണ്ടത്, ഇതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ
നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ വല്ല അവിചാരിതമായി വല്ല അപകടത്തിലോ ആക്സിഡന്റിലോ പെട്ട് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. വയസ്സെത്ര? 17. പ്രായപൂർത്തിയായിട്ട് 2 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചു. എന്നിട്ട് പരലോകത്തെത്തിയാൽ വായിക്കും ഏട് വയസ്സ് ഇന്നത്, പ്രായം 17. 2 കൊല്ലമാണ് ആകെ പ്രായപൂർത്തിയായതിനു ശേഷം ഉണ്ടായത്. 2 കൊല്ലത്തെ കർമ്മങ്ങൾ വായിക്കുന്നു. 1, 2,18,236 വീഡിയോസ് റീൽസ് വഴി കണ്ടു. ഇതാ ജനറേഷന് പറയാനുള്ളത്. വേറെന്താ നമ്മൾ വായിക്കുക? വേറെന്താ വായിക്കുക? ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും റീൽസും കൂടി വന്നതോടെ നമ്മൾ സെൽഫിഷ് ലോകത്തേക്ക് ചുരുണ്ടുപോയി. ഫായിസ് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നു, നല്ല ചോക്ലേറ്റുകളൊക്കെ കൊണ്ടുവന്നു. എല്ലാവർക്കും കൊടുത്തപ്പോൾ മുന്നിലിരിക്കുന്ന തൊട്ടു മുന്നിലത്തെ ബെഞ്ചിലിരിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി അത് ചെറിയ പീസ് തിന്നിട്ട് ബാക്കി കവർ ചെയ്ത് ബാഗിൽ വെച്ചു. ഇത് കണ്ടു ഈ കൊണ്ടുവന്ന കുട്ടി. ഇന്റർവെല്ലിന് വിട്ടപ്പോൾ, ആ ടൈമായപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ നേരത്തെ എല്ലാവരും തിന്നിട്ട് ഒഴിവാക്കിയ മിഠായിയുടെ പാക്കറ്റ് ഈ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പൊറുക്കിയെടുത്ത് പൊടിയൊക്കെ തട്ടി മടക്കി വെച്ച് ബാഗിലിട്ട് സിബിട്ടു. ഇതെല്ലാം ഈ കൊണ്ടുവന്ന കുട്ടി കാണുന്നുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്ത് ചോദിച്ചു, ഫാത്തി നിന്നോടൊരു കാര്യം ചോദിച്ചാൽ? ആ പറയാം. സത്യം? ആ പറയും. നീ മിഠായി ഇഷ്ടപ്പെട്ടിട്ടില്ലേ എനിക്ക്? ഓ ഇഷ്ടപ്പെട്ടിന്. തിന്നിനോ? ഫുള്ള് തിന്നിട്ടില്ല. എന്തേ? അത് എൻ്റെ ഉപ്പ നേരത്തെ തന്നെ ടെറസിൻ്റെ മേലേന്ന് വീട് മരിച്ച് നമ്മൾ യത്തീമക്കളായി വളർന്നവരാണ്. എൻ്റെ അനുജനും അനുജത്തിക്കും ഈ ഗൾഫിലെ മിഠായിൻ്റെ ടേസ്റ്റ് അറിയില്ല, അവർക്കിത് അനുഭവിക്കാൻ കഴിയില്ല. ഞാനിത് തിന്നപ്പോൾ ഈ ടേസ്റ്റ് അവർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അവർക്ക് കരുതി വെച്ചതാണ്. ഓ, നീ എന്തിനാ മിഠായിയുടെ കവറൊക്കെ വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്തത്? എൻ്റെ ചെറിയ കുഞ്ഞനിയത്തിക്ക് ഈ ഗ്ലൈസുള്ള നല്ല തിളങ്ങുന്ന മിഠായിയുടെ പാക്കറ്റ് ഇഷ്ടാവും. അവൾക്ക് റോഡിൻ്റെ തെരുവെന്ന് പൊറുക്കിയെടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് അവൾക്ക് വേണ്ടി കളക്ട് ചെയ്തതാണ്. ഖത്തറിലേക്ക് വാപ്പ തിരിച്ചു പോയപ്പോൾ പിന്നീട് വിളിച്ച ഫോൺ കോളിൽ ഉമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി ഉമ്മനോട് പറഞ്ഞു, എനിക്ക് ഉപ്പാനോടൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ ചോദിച്ചു, എന്താ മോളെ? ഉപ്പ, എൻ്റെ പേര് ഒരു ഫാത്തിക്കുട്ടി പഠിക്കുന്നുണ്ട്, പാവാന്ന്, ഫീസ് അടക്കാൻ പോലും വകയില്ല, യൂണിഫോം ഒറ്റോന്നേ ഉള്ളൂ, കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ അനുമതിയുള്ള ദിവസം പോലും ഓള് യൂണിഫോം ഇട്ടിട്ടേ വരുള്ളൂ, നല്ല ഡ്രസ്സൊന്നുമില്ല, ഇവിടെ തൊക്ക് കീറിയിട്ട് ഇതൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്, പാവാന്ന്, ഫീസ് അടക്കാൻ വകയില്ലാത്ത മോളാണ്, ഒക്കെ എന്തെങ്കിലും കൊടുത്തൂടുപ്പ, ഓളെ നമുക്ക് വളർത്തിക്കൂടെ എന്ന്. ആ ഫാത്തിമ ഇന്ന് MBBS കഴിഞ്ഞിട്ട് MD ആയി PG ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറായി ജോലി ചെയ്യുന്നത് ആ മറ്റേ ഒന്നാമത്തെ മോളുണ്ടല്ലോ, ആ മോള് വളർത്തിയതാണ്. തണലാവണം കൂട്ടുകാർക്ക്, അപ്പോഴാണ് നമ്മളെ ജീവിതം സാർത്ഥകാവുക. സെൽഫിഷ് ലോകത്തുനിന്ന് ഒന്ന് പുറത്തിറങ്ങണം. റീൽസുകളിൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി പുതിയൊരു ലോകം, നിർമ്മാണാത്മകമായ ലോകം. ഒരാൾക്ക് ടെക്കിയാണെങ്കിൽ, അയാൾ ടെക്കിയാണെങ്കിൽ അയാൾക്ക് എത്ര ആപ്പുകളിലൂടെ ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റും? എത്ര ആപ്പുകളുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്ക് ഉപകാരപ്പെടുന്ന സൂറത്തുൽ വാഖിയും മുൽക്കും നിരന്തരമായി ഓതാൻ കാരണമാകുന്ന ആപ്പുകൾ ഉണ്ടാക്കിയ ടെക്കികളില്ലേ ഈ ലോകത്ത്, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത്? അവർക്കുള്ള കഴിവ് അവർ ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതല്ലേ പ്രധാനം. അങ്ങനെ MDMന് പകരം നിങ്ങൾ MTA വായിക്കൂ, നിങ്ങൾ അത് വായിക്കൂ. സർവീസിനെ ലഹരിയായി കാണൂ. എല്ലാ ടൈമിലും ഇവർക്ക് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം. അർശിൻ്റെ തണൽ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ നീതിമാനായ ഭരണാധികാരി എന്ന് ഹദീസിലുണ്ട്. എന്താ കാരണം? ആ ഭരണാധികാരി കുറേയാൾക്ക് തണലായതുകൊണ്ട് അയാൾക്ക് അല്ലാഹു തണലില്ലാത്ത കാലത്ത് തണൽ കൊടുക്കുന്നു. നമ്മളും ക്യാമ്പസ് കാലത്ത് സർവീസ് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് തണലായാൽ യൗമല ഇല്ലാ ളില്ലി, അള്ളാഹുവിൻ്റെ തണൽ നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം മുംബൈയിലേക്ക് പോകുമ്പോൾ ഗോൾഡൻ 50ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മുത്താലിമിനെ പരിചയപ്പെട്ടു. ആ കുട്ടി മംഗലാപുരം ഭാഗത്തുള്ള ഒരു മോന.
ഇടിമിന്നലേറ്റിട്ട് വീട് തകർന്നു പോയി. മർക്കസിൽ പഠിക്കുന്ന ആ കുട്ടി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ആ കുട്ടി പിറ്റേ ദിവസം മർക്കസിൽ നിന്ന് കോള് വരികയാണ്, മോനെവിടെ? നാട്ടിൽ. എന്താ പറ്റിയത്? വീട് തകർന്നു. നേരത്തെ യതീമായി വളർന്ന വളരെ ദാരിദ്ര്യമുള്ള കുടുംബമാണ്, ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി മോന് മർക്കസ്ക്ക് വരുന്നില്ലേ? മോന് വരണം, പഠനം തുടരണം, വീട് അതല്ലേ ആശങ്ക. അത് ഞാൻ നിർമ്മിച്ചു തരാം, മോനിക്കൊരു വീട് ഞാൻ ഉണ്ടാക്കി തരാം. ആര്? അങ്ങേ തലക്കുന്ന ഫോണ് സംസാരിക്കണത് കമറുലുലമ കാന്തപുര ഉസ്താദ്. കാന്തപുര ഉസ്താദിന്റെ താടി നരച്ചത് കടൽക്കാറ്റ് കൊണ്ടിട്ടല്ല, ഈ ഉമ്മത്തിന് സേവനം ചെയ്തിട്ടാ. ഏത് പ്രായത്തിൽ കഴിഞ്ഞാഴ്ച നടന്ന സംഭവം ഞാനീ പറയണത്. ഏത് കാലത്താ ആയിരങ്ങൾക്ക് തണലാവുന്നു നോക്കിയേ. നമ്മളും ഒന്ന് ഈ ഉമ്മത്തിന് സേവനം ചെയ്യണം, എങ്കിൽ നമ്മുടെ ജീവിതം അടയാളപ്പെടുന്ന ജീവിതവും. നമ്മുടെ ജീവിതത്തിന് പ്രകാശം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജീവിച്ചതിന് അടയാളം ഉണ്ടാവണം. നമ്മൾ ജീവിച്ചതിന് അടയാളം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്ക് സേവനം ചെയ്യണം. MA ഉസ്താദ് അടയാളപ്പെടുത്തിയിട്ടാണ് പോയത്. ജാമിയ സഅദിയെ, മൽഹർ, പൊസോട്ട തങ്ങളെ അടയാളപ്പെടുത്തിയിട്ടാണ് പോയത്. അഹ്ദൽ തങ്ങൾ ഉപ്പാപ്പ മുഹിമ്മാത്തിനെ അടയാളപ്പെടുത്തിയിട്ടാണ് പോയത്. നമ്മുടെ ജീവിതവും അടയാളപ്പെടണം. അതിന് കൂട്ടുകാരെ, ക്യാമ്പസ് പഠന കാലത്തു തന്നെ പാവങ്ങളെ ചേർത്ത് നിർത്താൻ നമ്മുടെ ജീവിതം മാതൃകാ ജീവിതമാണെങ്കിൽ തീർച്ച റിസൾട്ട് ഉറപ്പാണ്. നബി തങ്ങളോട് കടുത്ത ശത്രുതയുള്ള സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്നയാൾ മദീനത്ത് 3 ദിവസം താമസിച്ചപ്പോൾ നബി തങ്ങളോട് പറയുന്നുണ്ട്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എനിക്ക് തങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം. എന്താ കാരണം? 3 ദിവസം ഒറിജിനൽ ഇസ്ലാം നബി തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നും അവർ കണ്ടു. നിങ്ങൾക്ക് 3 കൊല്ലമുണ്ട് ഡിഗ്രി പഠനകാലം. നിങ്ങളുടെ ക്ലാസ്മേറ്റുകൾക്ക് ഇസ്ലാം കാണിച്ചു കൊടുക്കാനുള്ള SSFന്റെ ബാനറുകളായി നമ്മൾ ജീവിക്കണം എന്നാഗ്രഹിച്ച് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വാഹൃദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.